ഒരിടത്തൊരിടത്ത് മോഹനകൃഷ്ണൻ എന്നൊരു വില്ലേജ് ഓഫീസറും സത്യഭാമ എന്നൊരു വക്കീലും ഉണ്ടായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കുണ്ടാക്കുമെങ്കിലും അവര് തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. സ്നേഹിച്ചു വഴക്കുണ്ടാക്കുന്ന മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും ജീവിതത്തിലെ ചിരിക്കാഴ്ചകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാഠം 120. കേരം തിങ്ങും കേരള നാട്ടിൽ. അതെ, അതല്ല, തേങ്ങ വാങ്ങണം. ഒരു 4-5 തേങ്ങ വാങ്ങണം. തേങ്ങയോ? ഇവിടെ തേങ്ങ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ മാസം ഗോപിപ്പണിക്കർ 3 തെങ്ങ് കയറി തേങ്ങയിട്ടാണല്ലോ. 3 തെങ്ങിൽ നിന്ന് കിട്ടിയത് 24 തേങ്ങ. മാസം 1.5ആയി. ഒരു ദിവസം 1/2 തേങ്ങ വെച്ച് ഉപയോഗിച്ചാലും തീരേണ്ട സമയമായല്ലോ. അതല്ല, ഈ അടുത്തായി നീ ഉണ്ടാക്കുന്ന കറികളെല്ലാം തേങ്ങ ഭയങ്കര കൂടുതലാ. നിനക്കൊരു ശ്രദ്ധയില്ല. നിനക്ക് ഭയങ്കര ധാരാളിത്തമാണ്. എന്റെ ധാരാളിത്തം അല്ല പ്രശ്നം, മോഹനേട്ടന്റെ മുടിഞ്ഞ പിശുക. ഒരു തേങ്ങ വാങ്ങാൻ 10 രൂപ മുടക്കാൻ കഴിയാത്ത അത്ര പിശുകൾ. പിശുക്കല്ല ഭാമേ, നിനക്കറിയാമോ? ഇല്ല. തേങ്ങയുടെ അമിതമായ ഉപയോഗം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ വായിച്ചായിരുന്നോ? അതില് മതി. ഉച്ചയൂണിന് കറി വേണമെങ്കിൽ തേങ്ങ വേണം, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കഴിക്കേണ്ടി വരും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഞാനിപ്പോ എവിടെ തേങ്ങ ഉണ്ടാക്കാനാ? വാങ്ങണം. ഒരു തേങ്ങയ്ക്ക് 10 രൂപ ബീരാന്റെ കടയിൽ കിട്ടും. എന്ത് വരാൻ? അതെന്താ തെങ്ങ്? അതിലെന്താ നിൽക്കുന്നത്? തേങ്ങ. വീട് വാടകയ്ക്കെടുത്തപ്പോ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ ലംബോദരൻ പിള്ളയോട് തർക്കിച്ച് ഒടുവിൽ 1 വർഷത്തേക്ക് തേങ്ങയിടാൻ 500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ തെങ്ങിന്റെ അവകാശം വാങ്ങിയത്. എന്നിട്ട് ആ തെങ്ങിൽ തേങ്ങയുള്ളപ്പോ പുറത്തുനിന്ന് തേങ്ങ വാങ്ങാനോ? ആ തേങ്ങ തെങ്ങിലാണല്ലോ. അതെ. തേങ്ങ തെങ്ങിൽ തന്നെ കിടന്നാൽ എങ്ങനെ കറി ഉണ്ടാക്കും? തേങ്ങ തീരാറാകുമ്പോ ആരെങ്കിലും വിളിച്ച് തേങ്ങ ഇടിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ അത് ചെയ്തില്ല. എന്റെ മോനിട്ട് ഞാൻ ചെയ്യാഞ്ഞിട്ടല്ല. തേങ്ങയുടെ ഒരാളെ കിട്ടണ്ടേ? ഉത്തരനോട് തേങ്ങയുടെ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആഴ്ച 1 കഴിഞ്ഞു. ഇതുവരെ അത് നടന്നിട്ടില്ല. ഇതാ പറയും. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. നമസ്കാരം സാറേ. സാറേ, ഈ ഗംഗാധരന്റെ പോക്കുവരവിന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്നെങ്കിലും അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ എന്നെ തട്ടും. പോക്കും വരവൊക്കെ അവിടെ നിൽക്കട്ടെ. തെങ്ങ് കയറ്റക്കാരൻ എവിടെ? തെങ്ങ് കയറ്റക്കാരൻ നോക്ക്. ആ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാൻ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവിടെ അവിടെ പറഞ്ഞ് 2 ആഴ്ച ആയില്ലേ? ഇതുവരെ കൊണ്ടുവരാത്ത? എന്റെ സാറേ, ഈ പ്ലെയിൻ പറപ്പിക്കാൻ ഒരാളിനെ വേണമെന്ന് പറഞ്ഞാ 1 സെക്കൻഡ്, ജസ്റ്റ് എ മിസ് കോൾ, ഞാൻ ആളിനെ കൊണ്ടുവരും. പക്ഷെ തെങ്ങ് കയറ്റക്കാരനെ കിട്ടാൻ വലിയ പാടാണ് സാറേ. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ഇനമാണ് ഈ തെങ്ങ് കയറ്റക്കാര്. എന്നാര് പറഞ്ഞു? നമ്മുടെ ഗോൾ പണിക്കരല്ലേ? അയ്യോ, ഗോൾ പണിക്കർക്ക് സുഖമില്ല, തെങ്ങ് കയറാൻ വയ്യ. അയാൾക്കൊരു മകനുണ്ടല്ലോ, സുധി. അച്ഛന് വയ്യാതാകുമ്പോ മകനല്ലേ തെങ്ങ് കയറേണ്ടത്? സാർ ഈ പറയുന്ന സുധിയുണ്ടല്ലോ, ഇപ്പോ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിനാ. അവനോട് ചെന്ന് തേങ്ങയിടാൻ പറഞ്ഞാൽ നടക്കുവോ? അതെന്ത് ന്യായോത്തമ? എന്ത്? തെങ്ങ് കയറ്റക്കാരുടെ മക്കൾ തേങ്ങയിടാൻ പോകാതെ എഞ്ചിനീയറിംഗിന് പോയാ നാട്ടിലുള്ള തെങ്ങിലൊക്കെ പിന്നെ ആര് പോയി കയറും? അയ്യേ സാറേ, ഗോപിപ്പണിക്കരുടെ മകൻ സുധി എന്ത് പഠിക്കണമെന്ന് ഈ ഗോപിപ്പണിക്കരും ഈ സുധിയുമാണ് തീരുമാനിക്കുന്നത്. സാറിന്റെ തെങ്ങ് കയറാൻ ആള് വേണമെങ്കിൽ ഒന്നുകിൽ സാറ് കയറണം, അല്ലെങ്കിൽ സാറിന് ഒരു മകനുണ്ടാകുമ്പോ അവനെ തെങ്ങ് കയറ്റ പഠിപ്പിക്കണം. ഉത്തമാന്ന് എന്നെ എപ്പോഴും പേര്. എന്തുവാ എന്റെ മകൻ തെങ്ങ് കയറാൻ? അതിനെന്താണത്? വില്ലേജ് ഓഫീസറുടെ മകൻ തെങ്ങ് കയറി കഴിഞ്ഞാൽ പോലീസ് പിടിക്കില്ലല്ലോ. എന്റെ സാറേ, ഇതൊക്കെ പണ്ടായി പോയി. ഇന്നിപ്പോ തെങ്ങേറ്റക്കാരനാണെങ്കിലും തോട്ടിപ്പണിക്കാരനാണെങ്കിലും ബാർബറായിരുന്നാലും അവരുടെയൊക്കെ മക്കളെ പഠിപ്പിച്ച് വലിയ ആളാക്കാനാണ് നോക്കുന്നത്. അത് പറ്റൂലെന്ന് സാറ് പറഞ്ഞാലുണ്ടല്ലോ, സാറിന്റെ കരണക്കുട്ടി അടിച്ച് അവിടെ പൊട്ടിക്കും. അപ്പോ എന്റെ തെങ്ങിൽ ആരും കയറണ്ട എന്നാണോ? ഉത്തമ, ഉച്ചയ്ക്ക് ഊണിന് കറി വേണമെങ്കിൽ തേങ്ങ വേണം. ആണോ? ഒരു തേങ്ങ വാങ്ങ സാറേ. നടക്കില്ല. ഈ തെങ്ങിൽ ഇത്രയും തേങ്ങ ഉള്ളപ്പോ പുറത്തുനിന്ന് തേങ്ങ വാങ്ങാനോ? പിന്നെ എന്തോ ചെയ്യും? ഉത്തമൻ ഒരു തെങ്ങ് കയറ്റക്കാരനെ കൊണ്ടുവരണം. എവിടെ നിന്ന്? എനിക്കറിഞ്ഞൂടാ. തെങ്ങ് കയറ്റക്കാരനെ കൊണ്ടുവന്നാലേ ഗംഗാധരന്റെ വസ്തു പോക്കും വരവൊക്കെ ചെയ്യൂ.
അയ്യോ അല്ല ന്യായം. അതാ ഇവിടുത്തെ ന്യായം. ഇന്ന് ഞാൻ ആഫീസിൽ പോകുന്നതിന് മുമ്പ് തെങ്ങ് കയറ്റക്കാരൻ വന്ന് തേങ്ങയിട്ടാൽ ഗംഗാധരന്റെ വസ്തു പോക്കുവരവ് ചെയ്യും. ഈ തേങ്ങയും പോക്കൂരും തമ്മിൽ എന്ത് ബന്ധം സാറേ? ബന്ധമുണ്ട്. ഞാൻ ആഫീസിൽ പോകുന്നതിന് മുമ്പ് തെങ്ങ് കയറ്റക്കാരൻ ഇവിടെ എത്തണം. ഭഗവാനെ രക്ഷപ്പെട്ടു. ഉൽപ്പലാക്ഷനല്ലേ ഈ വരുന്നത്? തേടിയ വെള്ളി കാലിച്ചുറ്റി എന്ന് പറയുന്ന ഇതാ. ഉൽപ്പലാക്ഷ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? സുഖം തന്നെയല്ലേ? അല്ലെങ്കിൽ നീ രാവിലെ ഉടക്കാൻ നിൽക്കല്ലേ ഉൽപ്പലാക്ഷ? ഞാൻ നിനക്കൊരു ബെസ്റ്റ് കോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് കോള്? നമ്മുടെ വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറിന്റെ കാമ്പൗണ്ടില് 4-5 മൂട് തെങ്ങ് നിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ തേങ്ങയ്ക്ക് ഭയങ്കര അത്യാവശ്യം. എന്നെ രാവിലെ വിളിച്ചിട്ട് തെങ്ങ് കയറാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. നിന്നെ കണ്ടതെന്നാലും നന്നായി. തെങ്ങ് കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കാശിന്റെ കാര്യം പറയുമ്പോ ഞാൻ പറയരുത്. മോഹനേഷ് സാറാ അങ്ങനെയൊന്നും പറയില്ല. മോഹനേഷ് സാറിനെ പോലെ മാന്യനായ ഒരാളിനെ ഈ ജില്ലയിൽ കാണാൻ പറ്റുമോ? നീ നേരെ സാറിന്റെ വീട്ടിലോട്ട് ചെന്നാ മതി. അങ്ങനെ ആഫീസിൽ പോണതിന് മുമ്പ് ചെല്ലണേ. നടന്നു പോകാനൊന്നും വയ്യ. ഉത്തമ അവിടെ കൊണ്ടുപോയാ തെങ്ങ് കയറാം. എനിക്ക് പോയിട്ട് ഇത്തിരി അത്യാവശ്യ കാര്യമുണ്ട് ഉൽപ്പലാക്ഷ. അപ്പൊ തെങ്ങ് കയറാൻ വേറെ ആളന്വേഷിച്ചോ. ഞാൻ വരണമെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോയി വിടണം ഈ വണ്ടിയിൽ. ഈ വണ്ടി മതിയോ അതോ ബെൻസ് വേണോ? വിരോധമില്ല. വില്ലേജ് ഓഫീസർ ആഫീസിൽ പോകുന്നത് നടന്ന്, തെങ്ങേറ്റക്കാരൻ പോകുന്നത് ബെൻസിന്. കാലം മാറിയ മാറ്റമേ. അതോ ഇനി കാലത്തിനനുസരിച്ച് വില്ലേജ് ഓഫീസർ മാറാത്തത് കൊണ്ടാണോ? എന്താ? ഒന്നുമില്ല. കയറ്. കാര്യം കാണാൻ നിന്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ് ഉൽപ്പലാക്ഷ. കയറ്. പോവാലോ. ഈ ചെറിയ വണ്ടിയിലൊക്കെ നേരത്തെ കയറിയിട്ടുണ്ടാ? ആ വെട്ടുകത്ത് മാറി വൈ. കഴുതിക്കൊണ്ട് ചാവും. എന്തോ ഒരു ഗതികേട്. ഇറങ്ങ്. കയറി വാ. ഉൽപ്പലാക്ഷ ഇവിടുന്ന് ഞാൻ മോഹനേഷ് സാറിനെ വിളിച്ചോണ്ട് വരാം. പിന്നെ അയാളൊരു വില്ലേജ് ഓഫീസറാണ്. അതിന്റെ മര്യാദയിൽ വേണം വർത്താനം പറയാൻ. വില്ലേജ് ഓഫീസർ അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും എനിക്ക് പറയാനുള്ള പറയും. നീ ഇങ്ങനെ ഉടക്കാതെ നിന്നാലോ? എല്ലാ പ്രശ്നത്തിനും പരിഹാരമില്ലേ? അവിടെ നിന്നില്ല, ഇതാ വരുന്നു. സാറേ മോഹനേഷ് സാറേ. ഉത്തമനോട് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്, ഗംഗാധരന്റെ വസ്തു പോക്ക് വരവ് ചെയ്യണമെങ്കിൽ ഒരു തെങ്ങ് കയറ്റക്കാരൻ ഇവിടെ വന്നേ പറ്റൂ. സാറേ ഞാൻ പറയുന്ന എനിക്കൊന്നും കേൾക്കണ്ട. തെങ്ങ് കയറ്റക്കാരൻ വന്ന് തേങ്ങ ഇടാതെ പോക്ക് വരവ് നടക്കില്ല. സാറേ തെങ്ങ് കയറ്റക്കാരൻ റെഡിയാണ്. എത്തിയോ? സാർ ഉത്തമനെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? സൂര്യന് കീഴെ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, ഉത്തമ സാധിച്ചു തരൂലേ. തെങ്ങേറ്റക്കാരൻ പുറത്തു ഇപ്പോണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചില്ലറ പുള്ളിയൊന്നുമല്ല, സാക്ഷാൽ ഉൽപ്പലാക്ഷൻ. ഈ പ്രദേശത്ത് ഉൽപ്പലാക്ഷന്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ള വേറെ ആളില്ല. സത്യത്തിൽ ഉൽപ്പലാക്ഷന്റെ ഡേറ്റിന് വേണ്ടി ഓരോരുത്തരും അവന്റെ വീട്ടിന് വേണ്ടി ക്യൂ നിൽക്കുക. അങ്ങനെ ക്യൂ നിൽക്കാൻ മാത്രം തെങ്ങ് അവിടെ നിൽക്കുന്നു. കേരളത്തിന് ബാക്കിയുള്ളതാകെ 100-150 തെങ്ങല്ലേ ഉള്ളൂ. അത് ശരിയായിരിക്കാം, പക്ഷെ ആ 150 തെങ്ങ് കയറാൻ ആള് വേണ്ടേ? അതുകൊണ്ട് അവനെ കാണുമ്പോ സാറ് ചാടിക്കടിക്കാൻ നിൽക്കരുത്. വില്ലേജ് ഓഫീസിൽ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്നവരോട് കാണിക്കും പോലെ അവനോട് കാണിച്ചാ അവന്റെ പാട്ടിന് കളഞ്ഞിട്ടൊക്കെ പോകും. ഉത്തമൻ പറയുന്നത് തെങ്ങുകയറ്റക്കാരനെ പറ്റിയല്ലേ, ജില്ലാ കളക്ടറെ പറ്റിയൊന്നല്ലോ. തെങ്ങിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് എന്റേതായ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മതി ഉൽപ്പലാക്ഷന്റെ തെങ്ങിൽ കയറ്റം. വ്യവസ്ഥകൾ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഒരു മനുഷ്യനോട് പറയുന്ന കണക്കിനായിരിക്കണം. അവന്റെ കയ്യിലിരിക്കുന്ന ഈ നീളത്തിലുള്ള വെട്ടോത്തിയാണ്. വില്ലേജ് ഓഫീസർ ഒന്നും അവൻ നോക്കൂല. പേടിപ്പിക്കുക അതൊന്നും ഇവിടെ നടക്കില്ല. ഉത്തമ മാറിക്ക, ഇപ്പൊ ശരിയാക്കി തരാം. ഈശ്വര, തേങ്ങ വെട്ടേട്ട വെട്ടുകത്തിയിൽ ഇയാള് ചോര വരട്ടുവോ? എന്താ പേര്? തേങ്ങയുടെ അതൊക്കെ പറയണോ? വേണം. എന്റെ വീട്ടിൽ ഒരു ജോലിക്ക് വരുമ്പോ ആ ജോലിക്കാരനെ പറ്റി ഈ വില്ലേജ് ഓഫീസർക്ക് എല്ലാം അറിയണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എനിക്ക് പോലീസിൽ പരാതിപ്പെടാനുള്ളതല്ലേ. അതുകൊണ്ട് തന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. സാറേ, പേര് ഉൽപ്പലാക്ഷൻ, അച്ഛന്റെ പേര് ഗോവിന്ദൻ, അമ്മ സുകുമാരി അമ്മ. ഉൽപ്പലാക്ഷന്റെ പ്രായം 40 വയസ്സ്, വിദ്യാഭ്യാസം 4ാം ക്ലാസ്.
അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. വിവാഹം കഴിച്ചിട്ട് 13 വർഷമായി. ഭാര്യയുടെ പേര് രമ. 2 മക്കൾ. മൂത്ത ആൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തത് പെൺകുട്ടി 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തെങ്ങ് കയറുന്നതിന് വേണ്ടി ഇത്രയും ഡീറ്റെയിൽസ് മതിയോ? ശരി. ഉൽപ്പലാക്ഷൻ കാംക്ഷിക്കുന്ന കൂലി എത്രയാണ്? തേങ്ങയുടെ കണക്കുള്ള കൂലി വേണ്ട, കാശ് എത്ര വേണം? ഒരു തെങ്ങി കയറാൻ 50 രൂപ. അതന്നെ. 1, 2, 3, 4, 5, 50. ഞാൻ ഉൽപ്പലാക്ഷനോട് തെങ്ങി കയറാനാ പറഞ്ഞത്. റോക്കറ്റ് കയറി ബഹിരാകാശത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. കൂടുതൽ വർത്തമാനമൊന്നും വേണ്ട സാറേ. ശരിക്കും 75 രൂപയാ കൂലി. സാറൊരു മാന്യനാണ് ഉത്തമൻ പറഞ്ഞതുകൊണ്ട് മാത്രം 50 രൂപ. അതന്നെ പറഞ്ഞാലിത് പൈസ നടക്കില്ല. ഒരു തെങ്ങി കയറാൻ പരമാവധി 10 രൂപ. 10 രൂപയ്ക്ക് സാറ് തന്നെ കയറിയാ മതി. അല്ലെ ഉത്തമനോട് പറ, അവൻ കയറിക്കൊടുക്കും. അല്ല സാറേ, 10 രൂപയും 10 പൈസ കൂടെ ഞാൻ തരില്ല. ഇതൊന്ന് വെള്ളരിക്ക് പൊട്ടണോ? ഒരു തെങ്ങി കയറാൻ 50 രൂപയോ? അല്ല, എനിക്ക് അറിയാൻ മേലെ ചോദിക്കാം. ഈ തെങ്ങി കയറ്റെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ? അല്ല സാറേ, ഞാൻ പറയുന്നത് കേക്ക്. ഉൽപ്പലാക്ഷൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഒരു കാര്യമില്ല. BSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളാണ് ഈ നിൽക്കുന്ന വില്ലേജ് ഓഫീസർ മോഹനേഷ സാറ്. എനിക്ക് പോലും ഇത്ര കൂലിയില്ലല്ലോ. തെങ്ങി കയറാൻ സ്കൂളിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ ഒരാൾക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് 50 രൂപയോ? നടക്കില്ല. ഉത്തമ, മര്യാദയ്ക്ക് രാവിലെ ജോലിക്ക് പോയി എന്നെ ഇവിടെ കൊണ്ടുവന്ന് മെനക്കെടുത്തി നീയാ. നീ പുറത്തേക്ക് വാ, നിനക്ക് വെച്ചിട്ടുണ്ട്. അതെ, ഇയാള് വലിയ കെമിസ്ട്രി കൊണ്ട് തനിയെ തെങ്ങി കയറിയാ മതി. നീ അങ്ങ് വാ. അല്ല ഉൽപ്പലാക്ഷൻ, ഞാൻ പറയട്ടെ. ഉൽപ്പലാക്ഷൻ നീ ഒരു പുല്ലും പറയണ്ട, നീ അങ്ങ് റോഡിലേക്ക് വാ. അഹങ്കാരം എനിക്കാ? അല്ല, അവന് ഒരു വെറും തെങ്ങ് കയറ്റക്കാരന് അഹങ്കാരം. വിദ്യാസമ്പന്നനായ ഒരു വില്ലേജ് ഓഫീസറെ ഇയാൾ എന്ന് വിളിച്ചത് ഉത്തമ കേട്ടോ? ഇതാണ് ഈ നാട് നന്നാകത്തത്. അവസാനം ഇയാളെന്നല്ലേ വിളിച്ചുള്ളൂ. എന്നോട് പറഞ്ഞിട്ട് പോയത് കേട്ടോ. ഇനി ഞാനങ്ങനെ സമാധാനമായിട്ട് പുറത്തോട്ടിറങ്ങും. അവന്റെ കൈയിരിക്കുന്ന ഈ നീളത്തിലുള്ള വെട്ടുവത്തിയാ. ഉത്തമ, ഒന്നും പഠിക്കണം. അവൻ ഉത്തമനെ എന്തെങ്കിലും ചെയ്ത ഞാൻ പോലീസ് അറിയിച്ചോളാം. അല്ല സാറേ, ഇതിപ്പോ വലിയൊരു കുരിശായല്ലോ സാറേ. സാറേ, ഇനിയിപ്പോ എന്തോ ചെയ്യാ? തേങ്ങ വേണ്ടേ? ഇന്ത്യയിലെ ഒരേ ഒരു തെങ്ങ് കയറ്റക്കാരനല്ലല്ലോ ഉൽപ്പലാക്ഷൻ. ഉത്തമ വേറെ സാറിന് എന്തോന്ന് പറയുന്നത്? ഇത് കടയിൽ വാങ്ങിയാൽ കിട്ടുന്ന സാധനമാണ് ഈ തെങ്ങ് കയറ്റക്കാരന്. ആ തരത്തിലുള്ള സാധനങ്ങൾ ആ പാടെ 4-5 എണ്ണേ ഉള്ളൂ. അതിൽ ഒരെണ്ണത്തിനെയാണ് സാർ നഷ്ടപ്പെടുത്തിയത്. ഇനി അന്വേഷിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഉത്തമ, ഈ സാറിനെ വിശ്വസിച്ച് ഉൽപ്പലാക്ഷനെ വിളിച്ചുകൊണ്ട് വന്ന ഉത്തമനെയാണ് തല്ലേണ്ടത്. കടയിൽ പോയി 10 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനം വാങ്ങാൻ മടിച്ചിട്ടാണ് ഈ പരാക്രമം എന്ന് ഓർക്കണം. ഹലോ, തേങ്ങ 1/2 മണിക്കൂറിനുള്ളിൽ കിട്ടണം. ഇല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് സാറ് പട്ടിണിയായിരിക്കും. വേണ്ട ഭാമേ, വിരട്ട് വേണ്ട. തേങ്ങ കടയിൽ നിന്ന് വാങ്ങുന്ന പ്രശ്നമില്ല. വാശി പിടിച്ചിട്ട് കാര്യമില്ല സാറേ. തേങ്ങയുടെ ഇനി വേറെ ആരെയും കിട്ടുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒരു തേങ്ങയിടാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ചാൽ പുല്ല് പോലെ നടക്കുന്ന കാര്യമുള്ളൂ. BSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളാണ് ഈ നിൽക്കുന്ന മോഡേൺ സാർ എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കെമിസ്ട്രി തേങ്ങയും തമ്മിൽ എന്തോന്ന് ബന്ധം സാറേ? കെമിസ്ട്രിയും തേങ്ങയും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ വില്ലേജ് ഓഫീസറും തേങ്ങയും തമ്മിൽ ബന്ധമുണ്ട്. അതൊന്നും ബന്ധം? തേങ്ങ ഉണക്കിയാണല്ലോ പിണ്ണാക്കുണ്ടാക്കുന്നത്. തലയിൽ പിണ്ണാക്ക് മാത്രമുള്ളവർക്ക് തേങ്ങയുമായി ബന്ധമില്ലാതിരിക്കൂ. അത് വക്കീൽ സാറിനെ ഒന്ന് ആക്കിയതാ. എനിക്കത് പുല്ല. ഉത്തമ, ഇനി ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. തെങ്ങിൽ നമ്മൾ കയറുന്നു. നമ്മളോ? ഒരു തെങ്ങിൽ നമ്മളല്ല, സാറ് കയറുന്നു. ഞാൻ താഴെ നിൽക്കുന്നു. താഴെ വീഴുമ്പോ പിടിക്കാൻ ആള് വേണമല്ലോ. തേങ്ങ താഴോട്ട് വരുമ്പോ പിടിക്കാൻ ആള് വേണമല്ലോ സാറേ. ഉത്തമ, ഒരു വില്ലേജ് മുഴുവൻ ഭരിക്കുന്ന വില്ലേജ് ഓഫീസർക്ക് ഒരു തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നതാണ് വലിയ കാര്യം. ഇന്നത്തോടുകൂടി ഭാമയുടെ അഹങ്കാരവും എന്നെ ഇയാളെന്ന് വിളിച്ച് പരിഹസിച്ചു പോയ ഉൽപ്പലാക്ഷന് ഒരു പാഠവും പഠിപ്പിക്കണം. അതെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ സാറേ? കാര്യമില്ല. ഇതിൽ ഇനി ആലോചനയുടെ പ്രശ്നമേ.